മഹാഭാരതത്തിലെ ഏറ്റവും സങ്കീർണവും ശക്തവുമായ കഥാപാത്രങ്ങളിൽ ഒരാളാണ് അശ്വത്ഥാമാവ്. ഗുരു ദ്രോണാചാര്യരുടെയും കൃപിയുടെയും മകനായി ജനിച്ച അശ്വത്ഥാമാവ് 7 ചിരഞ്ജീവികളിൽ ഒരാളായാണ് കരുതപ്പെടുന്നത്. ശിവഭക്തനായിരുന്ന ദ്രോണാചാര്യർക്ക് ശിവന്റെ അംശമായാണ് അശ്വത്ഥാമാവ് ജനിച്ചത്. ജനിച്ചുടനെ കുതിരയെപ്പോലെ കരഞ്ഞതുകൊണ്ടാണ് അശ്വത്ഥാമാവ് അഥവാ കുതിരയുടെ കരുത്തുള്ളവൻ എന്ന പേര് ലഭിച്ചത്. ദാരിദ്ര്യമായ സാഹചര്യത്തിലായിരുന്നു അശ്വത്ഥാമാവിൻ്റെ ബാല്യം. പാല് കുടിക്കാൻ കൊതിച്ച കുട്ടിക്ക് അരിപ്പൊടി കലക്കിയ വെള്ളം നൽകേണ്ടി വന്ന സാഹചര്യം ദ്രോണരെ സങ്കടപ്പെടുത്തിയിരുന്നു. തൻ്റെ മകൻ്റെ നല്ല ഭാവി ലക്ഷ്യം കണ്ട് ദ്രോണാചാര്യർ തൻ്റെ പഴയ സുഹൃത്തായ ദ്രുപദരാജാവിൻ്റെ അടുത്ത് ചെന്ന് സഹായം അഭ്യർത്ഥിച്ചെങ്കിലും അവിടെ നിന്ന് അപമാനം മാത്രമാണ് ദ്രോണാചാര്യർക്ക് ലഭിച്ചത്. ഇതിൻ്റെ പ്രതികാരമായി കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുവായി ദ്രോണാചാര്യർ മാറി. അതായത് അശ്വത്ഥാമാവിന് ഒരു തുള്ളി പാല് കൊടുക്കാൻ വേണ്ടിയുള്ള ദ്രോണരുടെ ആഗ്രഹമാണ് പരോക്ഷമായി മഹാഭാരത യുദ്ധത്തിൻ്റെ അടിത്തറയായത്. ജനനത്തിൽ തന്നെ അശ്വത്ഥാമാവിൻ്റെ നെറ്റിയിൽ ദിവ്യമായൊരു മണിയുണ്ടായിരുന്നു. ഇത് അദ്ദേഹത്തെ വിശപ്പിൽ നിന്നും ദാഹത്തിൽ നിന്നും കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്നും രക്ഷിക്കുമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. കാലക്രമേണ കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവപക്ഷത്തായിരുന്നു അശ്വത്ഥാമാവ് പോരാടിയത്. പാണ്ഡവർക്കും കൗരവർക്കും ഒരുപോലെ പ്രിയങ്കരനായിരുന്നെങ്കിലും പിതാവിനോടുള്ള കൂറ് അദ്ദേഹത്തെ കൗരവചേരിയിൽ ഉറപ്പിച്ചു നിർത്തി. ഭീമൻ, അർജുനൻ തുടങ്ങിയവരോട് കിടപിടിക്കുന്ന അസ്ത്രവിദ്യ അശ്വത്ഥാമാവിനുണ്ടായിരുന്നു. ദ്രോണാചാര്യരെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ പാണ്ഡവർ കൃഷ്ണന്റെ ഉപദേശപ്രകാരം ഒരു തന്ത്രം പ്രയോഗിച്ചു. അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത പറഞ്ഞു പരത്തി. യഥാർത്ഥത്തിൽ അശ്വത്ഥാമാവ് എന്ന ആനയാണ് വധിക്കപ്പെട്ടത്. തൻ്റെ മകൻ മരണപ്പെട്ടു എന്ന് തെറ്റിദ്ധരിച്ച ദ്രോണർ ആയുധം താഴെ വെച്ചു. ഈ അവസരത്തിൽ ധൃഷ്ടദ്യുമ്നൻ അദ്ദേഹത്തെ വധിച്ചു. ദ്രോണർ മരിച്ച ദിവസം അശ്വത്ഥാമാവ് പ്രയോഗിച്ച നാരായണാസ്ത്രം പാണ്ഡവരെ വിറപ്പിച്ചു. ആയുധം താഴെ വെച്ചു അടങ്ങുന്നവരെ മാത്രമേ ആ അസ്ത്രം വെറുതെ വിടൂ കൃഷ്ണനെ അറിയാമായിരുന്നു. അങ്ങനെയാണ് അന്ന് പാണ്ഡവർ രക്ഷപ്പെട്ടത്. യുദ്ധം തോറ്റെന്നുറപ്പായപ്പോൾ തളർന്നിരിക്കുന്ന ദുര്യോധനന്റെ മുന്നിൽ വെച്ച് പാണ്ഡവരെ താൻ ഇല്ലാതാക്കും എന്ന പ്രതിജ്ഞ അശ്വത്ഥാമാവ് സ്വീകരിച്ചു. ഉറങ്ങിക്കിടന്ന പാണ്ഡവപുത്രന്മാരുടെ തലയെറുത്ത അശ്വത്ഥാമാവ് അത് പാണ്ഡവരുടേതാണെന്ന് തെറ്റിദ്ധരിച്ച് ദുര്യോധനന് കാഴ്ചവെച്ചു. തൻ്റെ വംശം നശിച്ചതറിഞ്ഞ് ദുര്യോധനൻ പോലും ആ നിമിഷം വിറച്ചുപോയി എന്നാണ് കഥ. ഈ കാര്യമറിഞ്ഞ അർജുനനും അശ്വത്ഥാമാവും നേർക്കുനേർ ബ്രഹ്മാസ്ത്രം തൊടുത്തുവിട്ടു. എന്നാൽ കൃഷ്ണൻ ഇടപെട്ട് അർജുനൻ നെയ്ത ബ്രഹ്മാസ്ത്രം ഇല്ലാതാക്കി. പക്ഷേ അശ്വത്ഥാമാവിന് തൊടുത്തുവിട്ട അസ്ത്രം എങ്ങനെ ഇല്ലാതാക്കണമെന്ന് അറിയില്ലായിരുന്നു. അദ്ദേഹം അത് നേരെ അഭിമന്യുവിൻ്റെ ഭാര്യ ഉത്തരയുടെ ഗർഭപാത്രത്തിലേക്ക് തിരിച്ചുവിട്ടു. ഇത് കൃഷ്ണനെ ക്രുദ്ധനാക്കി. അശ്വത്ഥാമാവിൻ്റെ നെറ്റിയിലെ ആ ദിവ്യമണി കൃഷ്ണൻ ബലമായി നീക്കം ചെയ്തു. ആ മുറിവിൽ നിന്ന് എന്നും രക്തവും ശലവും ഒലിക്കുമെന്നും മരണമില്ലാതെ ലോകാവസാനം വരെ കാട്ടിലൂടെ അലയുമെന്നും കൃഷ്ണൻ ശപിച്ചു. ഇപ്പോഴും അശ്വത്ഥാമാവ് ജീവനോടെ ഉണ്ടെന്നാണ് ഹിന്ദു പുരാണത്തിൽ വിശ്വസിക്കപ്പെടുന്നത്. കലിയുഗം കഴിഞ്ഞ് അടുത്ത കൃതയുഗം വരുമ്പോൾ അശ്വത്ഥാമാവ് സപ്തർഷികളിൽ ഒരാളാകുമെന്നും അടുത്ത വേദവ്യാസനാകുമെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. തെറ്റുകളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട ആത്മാവായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. സ്വന്തം പിതാവിൻ്റെ മരണം മൂലം അധർമ്മത്തിൻ്റെ പാത പിന്തുടർന്ന ഒരു വ്യക്തിയുടെ നാശമാണ് ഈ കഥയിലൂടെ പ്രകടമാവുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.